നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. പറവണ്ണ പുത്തങ്ങാടിയിൽ കൂറ്റൻ നീലത്തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. 25 അടിയോളം നീളമുള്ള തിമിംഗലത്തിന്റെ ജഡത്തിന് ഒരു മാസത്തിലേറെ പഴക്കമുള്ളതായി പറയുന്നു. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. 25 അടിയോളം നീളമുള്ള നീലത്തിമിംഗലത്തിന്റെ ജഡത്തിന് ഒരു മാസത്തിലേറെ പഴക്കമുള്ളതായി പറയുന്നു. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത്. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇത് പറവണ്ണ വേളാപുരം ബീച്ചിൽ കടലിൽ നിന്നും വലിയൊരു തിമിംഗലം കരക്കടിഞ്ഞിരിക്കുകയാണ്. അത് പഴക്കമുള്ള തിമിംഗലം ആയതുകൊണ്ട് ഇവിടെ താമസ ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ ദുർഗന്ധമുണ്ട്. അതുകൊണ്ട് അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ വില്ലേജുകളും, പഞ്ചായത്തും വില്ലേജ് ഓഫീസും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇടപെട്ടിട്ട് ഇത് എത്രയും വേഗം കരക്ക് എത്തിച്ച് അതിനെ സംസ്കരിക്കേണ്ട നടപടികൾ പുരോഗമിക്കുകയാണ്. JCBയും മറ്റും അധികാരികളും എല്ലാവരും തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിച്ചത്. കടലിലേക്ക് ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. ഇത് വലിയ കപ്പൽ തട്ടി അപകടം പെട്ടതാണെന്ന് തോന്നുന്നു. സ്വാഭാവികമായിട്ടും അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊക്കെ ഇടപെട്ട് കാണുന്ന കാര്യം. കപ്പൽ തട്ടിയോ അസുഖം ബാധിച്ചോ ആകാം തിമിംഗലം ചത്തിട്ടുണ്ടാവുക എന്നാണ് നിഗമനം. സമീപ പ്രദേശത്തെ ഗ്രാമങ്ങളിലുള്ളവരടക്കം കരക്കടിഞ്ഞ നീലത്തിമിംഗലത്തെ കാണാനെത്തി. വെട്ടൻ ന്യൂസ്, പറവണ്ണ.